ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറഞ്ഞാൽ ചൂരക്കറിയാണ്. നല്ല കൊടംപുളി ഇട്ട് വെച്ച ചൂരക്കറി, നല്ല നാടൻ ചൂരക്കറി. അത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ചൂര തൊലി ഉരിച്ച് നല്ലവണ്ണം പീസ് ചെയ്ത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളത് കാണിക്കാം. നമ്മുടെ ചൂരക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി കുറച്ച് വേണം, അതേപോലെ കടുക്, ഒരു ഇഞ്ചി, അതേപോലെ ഒരു പൂണ്ട് വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ അരകല്ലിൽ വെച്ച് നല്ലവണ്ണം ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. ആരും മിക്സി ഉപയോഗിക്കരുത്. നല്ല അടിപൊളി ചൂരക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ അരകല്ല് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും അരകല്ലിൽ വെച്ച് തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കല്ലിൽ വെച്ച് ചതച്ച സാധനം റെഡി ആയിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, അതുപോലെ കടുക് വെച്ച് നല്ലവണ്ണം ചതച്ച് അടിപൊളി രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. ഇതില്ലാതെ എന്ത് മീൻകറി അല്ലേ, അടിപൊളി. അങ്ങനെ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം എന്ത് പ്യൂറാണ്. പക്ഷേ ചട്ടിയുടെ ചെറിയ ചെറിയ കറുത്ത പുള്ളികളുണ്ടെന്നേ ഉള്ളൂ. അടിപൊളി എണ്ണയാണ്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉലുവ, കടുക്, അതേപോലെ നേരത്തെ ചതച്ചെടുത്ത പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടുന്ന കണ്ടോ? ഇനി അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉലുവ, അതിലൂടെ നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചത് നമുക്ക് അതിന് കൂടെ ഇടാം. കൂട്ടത്തിൽ കറിവേപ്പിലയും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചൂരക്കറിക്ക് മെയിനായിട്ട് വേണ്ടത് കായവും അതേപോലെ വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളിയും കായവും ഇല്ലെങ്കിൽ ചൂരക്കറി ആവത്തില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്തൊക്കെ ചേർത്തു എന്ന് പറഞ്ഞാലും കായവും വെളുത്തുള്ളിയും ഇല്ലാതെ ഒരു ചൂരക്കറി അത് ചിന്തിക്കാൻ കൂടി വയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെ നമ്മളിട്ട സാധനങ്ങൾ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ചൂടായി നല്ല തിളച്ചിരിക്കുകയാണ്. അതിലോട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മൂത്ത് വരണം. നമ്മൾ സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. മലയാളികളുടെ ഒരു കറിവേപ്പില ഇല്ലാത്തൊരു കാര്യമില്ലെന്ന് അറിയാമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അടുത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ടോട്ടൽ 3 സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട്. 3 സ്പൂൺ മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി നമ്മളിപ്പം വഴറ്റിക്കൊണ്ടിരിക്കുന്ന സാധനത്തിലോട്ട് മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ അതുപോലെ കുരുമുളക് പൊടിയും നമുക്ക് ഇതിനൂടെ ചേർക്കണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ചേർത്ത് നല്ലവണ്ണം കുഴമ്പ് രൂപത്തിൽ ചാലിച്ചെടുക്കണം. നമ്മൾ 3 പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല പുളിയായിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. പുളിവെള്ളം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല കുഴമ്പ് രൂപത്തിലാവണം. ഇപ്പം കലക്കി വെച്ച സാധനം എടുത്ത് നേരെ നമ്മൾ നേരത്തെ ചട്ടിയിലിട്ടതിലോട്ട് ചേർക്കുകയാണ്. നല്ലപോലെ വടിച്ചൊഴിക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ പച്ചമുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ചെവ മാറാൻ വേണ്ടി നല്ലവണ്ണം ചൂടാവണം.
അത് നല്ലൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് നേരത്തെ കലക്കി വെച്ചതിൻ്റെ കൂട്ടത്തിൽ ആ വെള്ളം മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആ പച്ച ചുവപ്പ്, ആ പച്ച മുളക് പൊടിയുടെയും അതേപോലെ ആ മല്ലിപ്പൊടിയുടെയും അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചൂടാകാൻ വേണ്ടി ഇങ്ങനെ വെക്കേണ്ടത്. കുറച്ച് കായപ്പൊടി ഇടുക, നോക്കി വേണം, ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. നമ്മളിച്ചിരി സ്വല്പം ഇടുന്നുണ്ട്, നമ്മളൊരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. നേരത്തെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചത് നമ്മളിതിൻ്റെ അടുത്ത് മിക്സ് ചെയ്യുകയാണ്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലിനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കണം. നല്ല തിളച്ച് വരുമ്പം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇടണം. ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ഉപ്പിടുക. നമ്മളിവിടെ ഒരു 2.25 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഉപ്പിൻ്റെ കാര്യം അളവ് വ്യത്യാസമാണല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് ഒന്ന് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ തിളയ്ക്കാൻ വെച്ച സാധനം നല്ല ആവി വരുന്നുണ്ട്. നമുക്കിനി അത് എടുക്കാം. അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇടുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി അതിൽ പറക്കിയിടാം. ആദ്യം തന്നെ തല തന്നെ ഇടാം. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ തല. തലയില്ലാത്തൊരു കാളിയില്ല എൻ്റെ പൊന്നോ, കിടക്കുന്ന കിടപ്പ് കണ്ട. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 2 കഷ്ണം മീൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാറ്റിയത് ഞാൻ തന്നെയാണ്. മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ മീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചേക്കുന്നത്. വറുത്തിട്ട് വേണം ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ. നല്ല തിളച്ച് വന്നത് ഈ ഓരോ കഷ്ണം പീസായിട്ട് പറക്കി ഇടുക. നമ്മളിച്ച് ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഇച്ചിരി വെച്ചത്. പറ്റിച്ചെടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുഴമ്പ് രൂപത്തിൽ ആദ്യം ചെയ്തതുപോലെ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ എല്ലാ മീനും പറക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നല്ല പോലെ ഒന്ന് ഇനി വെന്തെടുക്കണം. നല്ല അങ്ങ് തീക്കാതെ കിടക്കട്ടെ. നമുക്കിനി അടച്ച് വെച്ചിരുന്ന് വേവിച്ചെടുക്കാം. സൂപ്പറായിട്ടെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട്. മീൻ കഷ്ണമെല്ലാം ഇതേപോലെ ചാറയും മുങ്ങിക്കിടക്കണം. എന്നാലേ അതിൻ്റെ അകത്തോട്ട് അരപ്പ് വരികയും നല്ലോണം വേവുകയും ചെയ്യുള്ളൂ. പിന്നെ നമുക്കിനി അടച്ചു വെക്കാം. നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചൂരക്ക റെഡി ആയിട്ടുണ്ട്. അയ്യവ ചാടി പൊളിയായിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. നല്ല ചാടി പൊളിയായിട്ടുണ്ട്. അതുപോലെ നല്ല ചതച്ച സൂപ്പർ ചൂരക്കറിയാണ്. വലിയ കോമ്പിനേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ശ്രമിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.